ഞാൻ മുഹമ്മദ് 45 ഇയേഴ്സാണ് എൻ്റെ ഏജ്. ശരിക്കും ഫുട്ബോൾ കളിച്ചുകൊണ്ടിരുന്ന ടൈമാണ്. ഇപ്പോൾ കുറച്ച് കാലങ്ങളായിട്ട് ഒന്നും ചെയ്തില്ല. പക്ഷേ എനിക്ക് നമസ്കാരത്തിന് വരെ ഇരുന്നിട്ട് മേലേക്ക് എണീക്കാൻ ഒന്ന് ഞാൻ എടുത്ത് ഇതിൻ്റെ വെക്കണം. അതിൽ നിന്നൊക്കെ ഒരാഴ്ച 10 ദിവസം വന്നതിന് ശേഷം അതിനൊക്കെ ഭയങ്കര ഒരു മാറ്റമാണ് എനിക്ക് വന്നിട്ടുള്ളത്. അത് വലിയൊരു എക്സ്പീരിയൻസ് ആണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ വളരെ പ്രയാസപ്പെട്ട് നിൽക്കായിരുന്നു. ഡോക്ടറെ കാണിക്കണമൊക്കെ ഉള്ള പ്രതീക്ഷയായിരുന്നു. പക്ഷേ ഇവിടെ വന്നപ്പോൾ എനിക്ക് കഴിയുന്നത് ഇപ്പോൾ കുഴപ്പമില്ല. വളരെ കൂളായിട്ട് തന്നെ കൈ കുത്തിയിട്ട് നീക്കാൻ പറ്റുന്നുണ്ട്. എൻ്റെ പേര് അബ്ദുൾ റഷീദ്, പ്രവാസിയാണ്. പിന്നെ ഇതുപോലത്തെ ഒരു പ്രോഗ്രാം ഖത്തറിൽ കുറേ വർഷങ്ങളായിട്ട് ചെയ്യുമായിരുന്നു. പിന്നെ ഫ്രൈഡേയ്സ് മാത്രമാണ്, പിന്നെ പൊതുവെ എല്ലാവർക്കും ഫ്രൈഡേ മാത്രമാണ് ഒഴിവുള്ളത്. അപ്പോൾ അതിൽ പിന്നെ എന്താ പറയുക, നമ്മൾ പൊതുവേ വേറെ ശരീരം ഇളകി പിന്നെ എക്സസൈസും കാര്യങ്ങളൊന്നും ചെയ്യാത്തവർക്ക് നല്ലൊരു ആ ഒരൊറ്റ ദിവസം തന്നെ നല്ലൊരു ഡിഫറൻസാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. ഞങ്ങൾ കുറേ വർഷങ്ങളോളം അത് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഈയിടെയായിട്ട് ഇപ്പോൾ ഒരു 6 മാസമായിട്ട് ജോലി മാറി ഇതൊന്നും ചെയ്യാറില്ല. അപ്പോൾ എനിക്ക് അതിൻ്റെ ഒരു ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ വീണ്ടും സ്റ്റാർട്ട് ചെയ്ത്, പിന്നെ സ്റ്റെപ്പൊക്കെ കയറുമ്പോഴുള്ള കിതപ്പ്, പിന്നെ ഓടാൻ വയ്യ, അങ്ങനെയൊക്കെയുള്ള കുറേ പ്രയാസങ്ങളുണ്ടായിരുന്നു. അപ്പോൾ ഇത് മാക്സിമം എല്ലാവരും യൂട്ടിലൈസ് ചെയ്യുക. പിന്നെ എനിക്കൊരു അപേക്ഷ പറയാനുള്ളത് എന്താ വെച്ചാൽ, പിന്നെ നമ്മൾ ഈ മോർണിംഗിൽ നല്ല ബ്രീത്തിങ് ഇതിൽ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണല്ലോ. അപ്പോൾ ഈ മോർണിംഗിലെ ഒരു ദിവസത്തിൽ ഏറ്റവും പ്യൂരിഫൈ ആയിട്ടുള്ള എയർ എന്ന് പറഞ്ഞാൽ മോർണിംഗിലാണ് കിട്ടുക. അപ്പോൾ ആ സമയത്ത് എനിക്ക് തോന്നുന്നു ചില ആൾക്കാരെല്ലാം പിന്നെ ഇപ്പോൾ സ്പ്രേ ഒക്കെ അടിച്ചു വരുന്നുണ്ട്. അപ്പോൾ അത് നമ്മളെ ഈ ഒരു പിന്നെ പ്യുവറായിട്ടുള്ള ആ എയറിനെ പ്യൂരിഫൈ അല്ലാതൊക്കെ പിന്നെ കെമിക്കലാണ് ശരിക്കും അത് വരുന്നത്. അപ്പോൾ അത് ചില ആളുകൾക്ക്, എനിക്ക് അലർജി ഉള്ള ആളാണ്, അതുപോലെ പലർക്കും അലർജി ഉണ്ടാവും. മൂക്കടപ്പ്, അതുപോലെ പിന്നെ ഭയങ്കര അക്യൂട്ടായിട്ടുള്ള ഇതാണെന്നുണ്ടെങ്കിൽ, സ്മെല്ലാണെന്നുണ്ടെങ്കിൽ നമുക്കതിന് തലവേദന അങ്ങനെ പോകും. അപ്പോൾ അത് മാക്സിമം ആളുകൾ പിന്നെ ആരെങ്കിലും അങ്ങനെ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ യൂസ് ചെയ്യാതിരിക്കുക. പിന്നെ നമ്മൾ സാധാരണ സ്പ്രേ അടിക്കുക പറഞ്ഞാൽ ബാക്കിയുള്ളവർക്ക് നമ്മളെ സ്മെല്ല് അടിക്കാതിരിക്കാനാണ്. അപ്പോൾ അങ്ങനെയുള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ ഒന്ന് രാവിലെ കുളിച്ചിട്ട് വന്നാൽ അവർക്കും ഫ്രഷ്നെസ് ആവും, പിന്നെ ബാക്കിയുള്ളവർക്കും സ്മെല്ല് ഉണ്ടാവില്ല. അപ്പോൾ അതെല്ലാവരും ഒന്ന് ശ്രദ്ധിക്കാം. ഓക്കെ.